ഹായ് ഗായ്സ്, മദർവുഡ് ഫാമിലിയോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തിനെ കുറിച്ചാണല്ലേ? കുഞ്ഞുങ്ങളുടെ കഫ് പോകാൻ. കുഞ്ഞുങ്ങളുടെ മാത്രമല്ല, നമ്മൾ മുതിർന്നവരുടെ കഫ് പോകാൻ. കൂടി പോയാൽ 2 ദിവസം കൊണ്ട് അവരുടെ കഫ് മാറാനുള്ള ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. സിമ്പിളാണ്, സംഭവം സിമ്പിളാണ്. അപ്പൊ നിങ്ങൾ ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു നോക്കുക. അപ്പൊ ഇത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഒണിയൻ ജ്യൂസ് ആണ്. ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോന്റെ എൻഡിങ്ങിൽ ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇത് നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് ഞാൻ കറക്റ്റ് ചെയ്യാൻ പറയാം. ഒണിയൻ ജ്യൂസ് കുഞ്ഞു മക്കളാണെന്നുണ്ടെങ്കിൽ ഒരു സവോളയാണ് നമ്മുടെ പിങ്ക് കളറുള്ള സവോളേന്റെ ഒരു ചെറിയ പോർഷനെ നമുക്ക് ആവശ്യമുള്ളൂ. മുതിർന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സവോള വരെ എടുക്കാം. കാരണം അതിന്റെ പ്യുവർ ആയിട്ടുള്ള വെള്ളം പോലും ചേർക്കാത്ത പ്യുവർ ആയിട്ടുള്ള ജ്യൂസ് ആണ് നമുക്ക് അതിന്റെ വേണ്ടത്. പിന്നെ ഇതിന് വേണ്ടുന്ന അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഹണിയാണ്, നമ്മുടെ തേന്. കുറച്ച് മതി, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ കുരുമുളക് അല്ലെങ്കിൽ മഞ്ഞൾ പൊടി, ഇതിലേതെങ്കിലും ഒന്ന് ആഡ് നമുക്ക് വേണ്ടുള്ളൂ. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ അവൈലബിലിറ്റി പോലെ നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ അടുത്തത് ശ്രദ്ധിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ്, അതായത് 1 വയസ്സിന് ശേഷമുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് പറ്റുള്ളൂ കേട്ടോ. 1 വയസ്സിന് മുമ്പുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റത്തില്ല. 1 വയസ്സിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ചില കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുമ്പം, അതായത് ചെസ്റ്റ് ഒക്കെ ഭയങ്കര കൺജസ്റ്റ് ആയിട്ടിരിക്കുന്ന പിള്ളേരായിരിക്കും. അതായത് അവർക്ക് ഭയങ്കര എന്താ പറയാ, കഫ് ഭയങ്കര ഡ്രൈ കഫൊക്കെ ഉള്ള പിള്ളേർക്കാണെങ്കിൽ കഫൊക്കെ വേഗം പുറത്തേക്ക് വരും. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചതിന് തൊട്ട് പുറകെ നമ്മൾ ഇത് കൊടുക്കരുത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കുഞ്ഞുങ്ങള് നമ്മൾ ഭക്ഷണം കഴിച്ചതിന്റെ തൊട്ട് പുറകെ ഈ ഒരു ഒണിയൻ ജ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ വോമിറ്റ് ചെയ്യും. അവർ വോമിറ്റ് ചെയ്യുമ്പോൾ ഈ ഫുഡ് അടക്കമായിരിക്കും പുറത്തേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ഫുഡ് ഒന്നും കൊടുത്തിട്ട് തന്നെ ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള സമയമാണെങ്കിൽ നമ്മൾ ഈ ജ്യൂസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. കുഞ്ഞു മക്കളാണെങ്കിൽ ഒരു സ്പൂണൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഒരു 1-2 സ്പൂണൊക്കെ ആയിട്ട്, ഒരു സ്പൂണൊക്കെ മതിയാവും. അത്രയൊക്കെ നമുക്ക് ടേബിൾ സ്പൂൺ ആക്കി നമുക്ക് അത്രയൊക്കെ കൊടുക്കുക. മുതിർന്നവരാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടി കൊടുക്കുക നിങ്ങൾ. അപ്പൊ ഇത് കുഞ്ഞുങ്ങൾ ഛർദ്ദിക്കുമ്പം ആ വോമിറ്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത് വെച്ചാൽ ഈ കഫാണ്, ഫുൾ കഫാണ് പുറത്തേക്ക് വരുന്നത്. അപ്പൊ കുഞ്ഞുങ്ങളുടെ ഒരു 2 ദിവസം മാക്സിമം, 2 ദിവസം വേണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. ഇതെനിക്ക് പറഞ്ഞത് നമ്മുടെ തൊട്ട അയൽവക്കത്തുള്ള ഒരു നോർത്ത് ഇന്ത്യൻകാരെയാണ്. അവൾ എന്നോട് പറയുവാണ് ചെയ്തത്. അവളുടെ കുഞ്ഞിന് ഇപ്പോൾ മോക്ക് 1 വയസ്സായിട്ടുള്ളൂ. അവള് കഫ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ചെസ്റ്റ് ഭയങ്കര ബ്ലോക്ക് പോലെയായിരുന്നു. വീസിങ് നന്നായിട്ട് വന്നിട്ട് വരെ അവൾ ഈ ഒരു ഓണിയൻ ജ്യൂസ്, അവളുടെ മദറിലോ പറഞ്ഞു കൊടുത്താൽ പോലും അവൾ ഈ ഓണിയൻ ജ്യൂസ് കുഞ്ഞിന് കൊടുത്ത് 2 തവണ, 2 ദിവസമല്ല 2 തവണ കൊടുത്തപ്പോഴത്തേക്കും കുഞ്ഞ് വോമിറ്റ് ചെയ്തു. നല്ല കഫ പോലും പുറത്തേക്ക് വന്നത്. എന്നിട്ട് കുഞ്ഞിന് നല്ല മാറ്റമുണ്ട്. ശരിക്കും കംപ്ലീറ്റ് മാറി. അവളുടെ കഫ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് മാറി. അപ്പൊ എനിക്ക് ജോനോട് പറഞ്ഞു, ജോന് കഫ് ഉണ്ടായിരുന്നു, അപ്പൊ അത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ജോന് കഫ് വന്ന സമയത്ത് ഞാൻ ഇത് കൊടുത്തു. ജോന്റെ നല്ല പോലെ മാറി കിട്ടി, നന്നായിട്ട് മാറി കിട്ടി. പക്ഷെ ജോൻ വോമിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ആ മോള് വോമിറ്റ് ചെയ്തു എന്നാ പറഞ്ഞത്. കഫെല്ലാം പുറത്തോട്ട് വന്നു. ജോൻ വോമിറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ജോന്റെ കഫ് മാറി കിട്ടി. എന്റെ ഹസ്ബൻഡിന് വന്നിട്ട് ഇച്ചാനും കൊടുത്തപ്പോൾ ഇച്ചാൻ പറഞ്ഞു, ഇച്ചാനും തൊണ്ടയ്ക്ക് നല്ല സുഖമുണ്ട്, ഒരു കുഴപ്പമില്ലാന്ന് ഇച്ചാനും പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ആർക്ക് വേണ്ടി ട്രൈ ചെയ്യാം. ഞാൻ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഇത് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിച്ചോടെ കുഞ്ഞ് കൊടുക്കാതിരിക്കാൻ. ഛർദ്ദിക്കുന്ന വോമിറ്റ് ചെയ്യുന്ന പിള്ളേരാണെങ്കിൽ നമ്മൾ ആ ഭക്ഷണം അടക്കം പോകും. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഓക്കെ, നമുക്ക് പോവാം. അപ്പൊ ഞാൻ ഇത്രയുള്ളൊരു സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ സവോളേൻ്റെ ഈ ഒരു സംഭവം നമ്മൾ കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഇത് നമ്മളിങ്ങനെ വെക്കരുത് അതിനകത്ത്. അപ്പോൾ ഞാൻ എടുത്ത് കളഞ്ഞു. അതെടുത്ത് കളഞ്ഞിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തു. ഒന്നെങ്കിൽ നമുക്കിതിങ്ങനെ അരിഞ്ഞിട്ട് ഒരു മിക്സീൻ്റെ ജാറിലിട്ട്, ചെറിയൊരു ജാറിലിട്ട് വേണമെങ്കിൽ നമുക്ക് അരച്ചെടുക്കാം. അപ്പം അങ്ങനെ ജ്യൂസ് കിട്ടുമല്ലോ. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ചോപ്പർ ഞാൻ എടുത്തു കണ്ടോ. ഈ ഒരു ചോപ്പറിൽ വെച്ചിട്ട് ഞാൻ ഇതിങ്ങനെ ഒന്ന് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യണം കണ്ടോ. ഇതിങ്ങനെ ഏറ്റവും ചെറുതാട്ടോ, ഇത് ഏറ്റവും ചെറിയ തുളയാണ്. അപ്പം അതിൽ നമുക്ക് നല്ല നൈസായിട്ട് കിട്ടും. ഇതിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തു. ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തപ്പോൾ സംഭവം ഇങ്ങനെയാണ് കിട്ടിയത്. നല്ല ഫൈനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇത് കൈകൊണ്ട് എടുത്തിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുക. ഇതിനകത്ത് കുറച്ച് ചാറ് കിട്ടും, അത് നമ്മൾ പിഴിഞ്ഞെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് മിക്സിയിലിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അരയ്ക്കാം, കുഴപ്പമില്ല. മിക്സിയിട്ട് നല്ലപോലെ ജ്യൂസ് കിട്ടും. പിന്നെ ഞാൻ ഇങ്ങനെ എടുത്തുന്നേ ഉള്ളൂ നമ്മുടെ ചോപ്പർ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നീരെടുക്കുക ഇത് ഞാനിങ്ങനെ ഇതിൽ നിന്നിങ്ങനെ എടുത്ത് ഈ അരിപ്പയിൽ വെച്ചിട്ട് നല്ല ഇങ്ങനെ കൈകൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കുക. ഞാൻ കൈകൊണ്ട് തന്നെ ചെയ്യുന്ന ആളാണേ. എല്ലാം കൈകൊണ്ട് തന്നെ ജ്യൂസ് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ളത് നമുക്ക് കളയാം കേട്ടോ. അത് നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ ബാക്കിയുള്ളതും കൂടെ ഈ അരിപ്പയിലിട്ട്
പിഴിഞ്ഞെടുക്കാം. നന്നായി നീര് പിഴിഞ്ഞതിൻ്റെ എടുക്കണം. നന്നായി നീരെടുക്കുക. ജ്യൂസ് അടിച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചാലും ഒരു കുഴപ്പമില്ല. അപ്പം നമുക്കിതെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇത് കണ്ടോ. അപ്പം എത്ര കിട്ടി? ഇത്രയും നമുക്ക് കിട്ടി. ഇത്രയൊരു ജ്യൂസാണ്. മിക്സിയിലിട്ട് അടിച്ചാൽ കുറച്ചും കൂടെ കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഇത് പ്യുവറായിട്ടുള്ള ജ്യൂസാണ്. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഹണി ഒഴിക്കാം. എൻ്റെ ഹണി ഇതാ തീരാനായി. ഇത്രയേ ഉള്ളൂ. ഇത് വാങ്ങണം. അപ്പോൾ ഈ ഹണി എടുക്കുക. ഈ ഒരു സ്പൂണിൻ്റെ ഒരളവിൽ, ഇതൊരു ചെറിയ സ്പൂണാണേ, ഇതാ ഇങ്ങനെ ഒരു ചെറിയ സ്പൂണായത്. ഇതിനകത്തോട്ട് 1 സ്പൂൺ മതി. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കാണിക്കുന്ന, കാരണം എനിക്കിപ്പോൾ നിലവിൽ ഇത് ആവശ്യമില്ല. 1 സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി. ഇത് നമ്മൾ ശരിക്കും ഈ ഒരു സവോളേൻ്റെ ഇത് നമ്മൾ ഒഴിച്ചത് കണ്ടോ, ഒരൊറ്റ സ്പൂണേ ആവശ്യമുള്ളൂ. സവോളേൻ്റെ നമ്മൾ ശരിക്കും ഹണി ഒഴിക്കുന്നതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് സവോളേൻ്റെ ജ്യൂസ് തന്നെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കത് അവർ കഴിക്കാൻ മീൻസ് ഒരു കുത്തലുണ്ടാവും, ഒരു പുകച്ചിലുണ്ടാവും അവർക്ക്. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹണി കൊടുക്കുന്നത്. വെച്ചാൽ അവർക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. എന്നാൽ മുതിർന്നവരാണെങ്കിൽ ഈ സവോള ജ്യൂസ് തന്നെ ആയിട്ട് കഴിക്കുന്നവർക്കൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അവരങ്ങനെ കഴിക്കുന്ന ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഈ അടുത്ത് ചേർക്കാൻ പോകുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒന്നെങ്കിൽ മഞ്ഞൾ പൊടി അല്ലെങ്കിൽ കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ നിലവിൽ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അത് നമുക്ക് മാറ്റി മാറ്റി വേണം. മഞ്ഞൾ പൊടിയാണെങ്കിലും നമുക്ക് പ്രതിരോധശേഷിക്കുള്ള സംഭവമാണ്. അപ്പോൾ മഞ്ഞൾ പൊടി, നല്ല മഞ്ഞൾ പൊടി ഷോപ്പിൽ നിന്ന് വാങ്ങാതെ കളറില്ലാത്ത മഞ്ഞൾ പൊടി വാങ്ങി കൊടുക്കാൻ നോക്കുക. അതാ ഞാനൊരു ഇത്രയും മഞ്ഞൾപ്പൊടി എടുക്കുന്നുള്ളൂ. അത് ഞാൻ അതിനകത്തോട്ട് ഇട്ടു. അതിട്ടിട്ട് എന്താക്കണം, നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതുണ്ടോ, നമ്മുടെ തേനും ഒണിയൻ്റെ സവോളേൻ്റെ ജ്യൂസും കുരുമുളക് പൊടിയും കൂടെ മിക്സ് ആയിട്ടുള്ള ഇത് പാനീയം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ പാനീയം നമ്മൾ കുഞ്ഞുമക്കൾക്കാണെങ്കിൽ, 1 വയസ്സോട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മളിതാ ഈ ഒരൊറ്റ സ്പൂണേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അത് നമ്മളിങ്ങനെ ഒരു ദിവസം ഒരു 3-4 തവണ വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. മുതിർന്നവരാണെങ്കിൽ ഇത് ഇത്രയും ഒറ്റയടിക്ക് കുടിക്കാം കേട്ടോ. ഇപ്പോൾ 2 വയസ്സുള്ള കുഞ്ഞാണ്, ജോനാണെങ്കിൽ ഞാൻ എന്താ ഇതിൻ്റെ ഒരു പകുതി വെച്ച് ഒരു നേരം കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഇത്രയും കിട്ടിയതിൻ്റെ പകുതി വെച്ച് ഞാൻ ജോന് കൊടുക്കാറുണ്ട്. അതിനൊരു കുഴപ്പവും സംഭവിക്കാറില്ല. അപ്പോൾ നിങ്ങൾ കുഞ്ഞിൻ്റെ പ്രായത്തിനനുസരിച്ച് മാത്രം കൊടുക്കാൻ പറ്റില്ല. ചെറിയ കുഞ്ഞുങ്ങളാണ്, 1 വയസ്സുള്ള കുഞ്ഞാണെങ്കിൽ 2, 3, 4 തവണയായിട്ട് 1 സ്പൂൺ വെച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തേച്ചാൽ മതി. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഹണി കൂട്ടി കൊടുക്കാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ആ കുത്തലുണ്ടാവാതിരിക്കാനാണ്. മുതിർന്നവരാണെങ്കിൽ സവോള ജ്യൂസ് തന്നെ മാക്സിമം കുടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് കുഞ്ഞും കൊടുക്കുക, നല്ല മാറ്റം ഉണ്ടാവും. മാക്സിമം പോയ 2 ദിവസമേ ഉണ്ടാവുള്ളൂ. അതിനുള്ളിൽ അവരുടെ കഫെല്ലാം മാറി കിട്ടും. അത്രയ്ക്കും ഷുവറാണ്. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾക്ക് ഉണ്ടായ നിങ്ങളുടെ അനുഭവം എങ്ങനെയുണ്ട്, മാറ്റം ഉണ്ടല്ലോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.